ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊയോട്ടയുടെ ഹൈക്രോസ് ആണ്, ഇന്നോവ ഹൈക്രോസ്. അപ്പോൾ ഇന്നോവ എന്ന് പറയുന്ന വാഹനത്തെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാര്യം വർഷങ്ങളുണ്ട്. ഏകദേശം 2005 തൊട്ട് തന്നെ ഇന്നോവ എന്ന് പറയുന്ന ഒരു ടൊയോട്ടയുടെ വാഹനം, അതൊരു ബ്രാൻഡായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മുടെ കോളിസിന് ശേഷം ടൊയോട്ട അവതരിപ്പിച്ച ഒരു ബ്രാൻഡായിരുന്നു ഇന്നോവ. അതിനുശേഷം ഇന്നോവയുടെ ഫസ്റ്റ് ജെൻ, സെക്കൻഡ് ജെൻ, തേർഡ് ജെൻ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫോർത്ത് ജെന്നും കഴിഞ്ഞിട്ടാണ് ഇന്നോവ ക്രിസ്റ്റ വന്നത്. ക്രിസ്റ്റ വന്നതിന് ശേഷം ക്രിസ്റ്റയും ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഷോറൂമിൽ അവൈലബിൾ ആണ്. ആ സമയത്താണ് നമ്മുടെ ടൊയോട്ട ഇന്നോവ ഒരു ഹൈബ്രിഡ് മോഡലായിട്ട് ടൊയോട്ട ഇന്നോവയുടെ ഹൈക്രോസ് ഹൈബ്രിഡ് കൊണ്ടുവന്നത്. പക്ഷേ ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ ഹൈബ്രിഡ് ടൊയോട്ട ഹൈക്രോസിൻ്റെ ഹൈബ്രിഡ് വാഹനമല്ല ഇത്. ഇത് പ്യുവർ ആസ്പിറൻറ്റ്, നാച്ചുറൽ ആസ്പിറൻ്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്, പ്യുവർ പെട്രോൾ എഞ്ചിനാണ്. ഇതൊരു ഹൈബ്രിഡ് എഞ്ചിനല്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈക്രോസിൻ്റെ GX 7 സീറ്റർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ റിവ്യൂ ആണ്. ഇത് ഹൈബ്രിഡ് വാഹനമല്ല, പകരം പ്യുവറായിട്ടുള്ള ഒരു പെട്രോൾ വാഹനമാണ്. സോ ഇന്ന് ഇതിൻ്റെ റിവ്യൂവായിട്ടാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹൈക്രോസിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയാം. ഫ്രണ്ട് പോർഷനിൽ ആദ്യം പറയേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ തന്നെയാണ്. അത്യാവശ്യം ഒരു വലിപ്പത്തിന് ഒരു വലിയൊരു രീതിയിലുള്ള ഒരു എൻജിൻ റൂം അല്ലെങ്കിൽ ഒരു വലിയൊരു രീതിയിലുള്ള ഒരു റോഡ് പ്രസൻസ് ആണ് ഫ്രണ്ടിൽ നിന്ന് ഈ വാഹനം തരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ലായാലും, പിന്നെ അതുപോലെ ഇതിൽ ഈ നടുക്ക് വരുന്ന ടൊയോട്ടയുടെ ഈ ഒരു ബാഡ്ജിങ്, ഈ ഒരു ലോഗോ തന്നെ അതൊരു ക്രോമിയം ഫിനിഷിലാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ചെറിയ രണ്ട് ഈ പോർഷനിലായിട്ട്, ഈ പാനലിലായിട്ട് രണ്ട് ചെറിയ ഫോഗ് ലാമ്പ്, ചെറിയൊരു ഫോഗ് ലാമ്പും പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്പർ പ്ലേറ്റും, അതുപോലെ അത്യാവശ്യം ബമ്പറെല്ലാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, ഒരു ഫൈബർ ടൈപ്പ് പോലെയാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത്. പക്ഷേ പുറമേ നോക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റയെ കണ്ടവർക്കറിയാം, അത്യാവശ്യം ഒരു ഷാർക്ക് ലൈക്ക് ഉള്ളൊരു സ്ട്രക്ചറായിരുന്നു. ഇങ്ങനെ ഏകദേശം കൂർത്ത് വരുന്ന ഒരു സ്ട്രക്ചറായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഹൈക്രോസിലേക്ക് വരുമ്പോൾ ഇത് അത്യാവശ്യം ഒരു ഫ്രണ്ടിൽ നോക്കുമ്പോൾ എന്തൊരു വലിയൊരു വണ്ടി എന്നുള്ള തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കാണുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റുകളിൽ വരുമ്പോൾ ഹെഡ് ലാമ്പ് പൂർണ്ണമായും LED ആണ്, LED ഹെഡ് ലാമ്പും. പിന്നെ പക്ഷേ ഹൈബ്രിഡിലൊക്കെ വരുമ്പോൾ ഒരു DRL ഉണ്ട്. ഇതിലങ്ങനത്തെ DRL ഒന്നുമില്ല, പ്യുവറായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് കൺസ്ട്രക്ഷനാണ്. പകരം ഹെഡ് ലാമ്പും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പാർക്ക് ലൈറ്റും ഈ ഇൻഡിക്കേറ്ററും അങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു LED ടൈപ്പ് കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഹെഡ് ലാമ്പിൽ വരുന്നത്. പിന്നെ ബമ്പറിൽ നമ്മൾ ഹൈബ്രിഡൊക്കെ കണ്ടവർക്കറിയാം, ഇവിടെ ഒരു DRL ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈബ്രിഡ് വാഹനം ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ അത് പറഞ്ഞുതരാം. ഇവിടെയൊക്കെ DRL ഉണ്ട്, പക്ഷേ ഇതെല്ലാം അതിൽ നിന്ന് മാറ്റിയുണ്ട്. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ വില ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വിലയിൽ വന്ന ഒരു മാറ്റത്തിലാണ് ഇതിൻ്റെ അകത്തുള്ള ക്രോമിയം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റി അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം. ഹൈബ്രിഡ് ഹൈക്രോസ് എടുക്കുന്ന സമയത്ത് ഏകദേശം 30-35 ലക്ഷം രൂപയോളം ചിലവുണ്ട്. ചിലപ്പോൾ അതിൽ മുകളിലോട്ടും അതിനാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈക്രോസ്. അതിൽ മൈലേജിനും വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ പ്രൈസിനും ഒരുപാട് ഡ്രോപ്പ് ഉണ്ട്, പിന്നെ കുറച്ച് ഫീച്ചേഴ്സിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനെ പറ്റി പറയാനുള്ളത്. ഒരു 3 ലെയർ കൺസ്ട്രക്ഷനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രൈവർ സൈഡും തൊട്ട് പുറകിലുള്ള ഈ സൈഡിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നത്. അതേപോലെ തന്നെ തൊട്ട് പുറകിലായിട്ട് തേർഡ് ലെയറിലുള്ളവർക്ക് പുറം കാണാൻ വേണ്ടി ചെറിയൊരു ഷീൽഡല്ല, ഒരു ഗ്ലാസ് ടൈപ്പ് ഒരു ചെറിയൊരു വിൻഡോയും, അത് ഓപ്പണബിളല്ല, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു വിൻഡോയും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡോർ ഹാൻഡിൽസും എല്ലാം അത്യാവശ്യം നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് തന്നെയാണ്. അതുപോലെ തന്നെ മിറേഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മിറേഴ്സ് എല്ലാം ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ്. അത് നമുക്ക് മാനുവലി ഫോൾഡ് ചെയ്യാം. അത് മാത്രമല്ല, അതിൽ ഓട്ടോ എന്ന് പറയുന്ന ഒരു മോഡലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഇറങ്ങി ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ഫോൾഡ് ചെയ്യുന്നതാണ്. പക്ഷേ പ്രൈസ് ഡ്രോപ്പ് വന്നപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ എടുത്ത് മാറ്റുമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ അത്യാവശ്യം എന്താ പറയുക, ആ ഒരു വണ്ടിയുടെ ആ ഒരു പ്രൗഢി, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഹൈക്രോസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങിന് കോട്ടം വരാത്ത രീതിയിലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അത്യാവശ്യം അല്ലാതെ ബാക്കി നോക്കുമ്പോൾ ഹൈക്രോസിൻ്റെ ആയിട്ടുള്ള ഡിമാൻഡ് എല്ലാം തരുന്ന അത്രയും കാര്യങ്ങൾ തരുന്ന ഒരു വാഹനം തന്നെയാണ്. പിന്നെ ഇത് സെപ്പറേറ്റ് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അത്യാവശ്യം കയറി ഇറങ്ങാൻ കണക്ക് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ വീൽസ് വരുന്നത്, ഇതൊരു 16 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതും വീല് വരുന്നത് അലോയ് വീലാണ്, കമ്പനി അലോയ് വീല്. ഇതിൻ്റെ ഇത് GX വേരിയൻ്റാണ്. ഇതിൻ്റെ G എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ട്. ആ വേരിയൻറ്റിൽ പക്ഷേ ഇത് വരുന്നില്ല, അലോയ് വീല് വരുന്നില്ല, പകരം വീൽ കപ്പാണ് വരുന്നത്. പക്ഷേ ഇതിൽ വരുമ്പോൾ അലോയ് വീൽസാണ് വരുന്നത്. അങ്ങനെ അത്യാവശ്യം സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒന്നിക്കുന്ന, അത്യാവശ്യം വാസ്റ്റായിട്ട് നല്ല നീണ്ടു കിടക്കുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ടൊയോട്ട ഹൈക്രോസിൻ്റെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്.
ഇനി ഇതിൻ്റെ പുറകിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ബാക്ക് ഡോറിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെയിനിന് വേണ്ടിയുള്ള ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ടൊയോട്ട ഒരു ബാഡ്ജിങ്ങും പിന്നെ ഇവിടെ നമ്മുടെ നമ്പർ പ്ലേറ്റും പിന്നെ ഇവിടെ ടൊയോട്ട ഹൈക്രോസ് എന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ ഏത് വേരിയൻ്റ് ആണെന്ന് മാത്രം അതിൽ ബാഡ്ജിങ് ഇല്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു ബാക്ക് ഫിനിഷിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും നമ്മൾ LED ടെയിൽ ലാമ്പ് തന്നെയാണ്. അവിടെ മുൻപിൽ LED ഹെഡ് ലാമ്പും ഇവിടെ പുറകിൽ അതേപോലെ തന്നെ LED ടെയിൽ ലാമ്പുമാണ് വരുന്നത്. ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈക്രോസിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. അകത്തെ ഒരു ഫസ്റ്റ് ക്യാബിൻ, ഡ്രൈവർ ക്യാബിനും കോ ഡ്രൈവർ ക്യാബിനും ഇതാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് നല്ല ലുക്കുള്ള ഒരു ക്യാബിനാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിനി ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കൺസോളിലേക്ക് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുപോലെ ഡോർ ഹാൻഡിലിൽ തന്നെ ഒരു നമ്മുടെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ മിറേഴ്സിൻ്റെ ഇലക്ട്രോണിക്കലി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ ഡോറ് തുറക്കേണ്ട ഹാൻഡിലൊക്കെ അത്യാവശ്യം ക്രോമിയം ഫിനിഷിലാണ് കൊടുത്തിരുന്നത്. പിന്നെ ഡോർ ഹാൻഡിലും ഈ ഒരു ഡാഷ്ബോർഡിലും അവിടെ ഇവിടെയായിട്ട് ക്രോമിയം ഫിനിഷിങ് അത്യാവശ്യം കാണാം. അത് ഈ ഒരു ഡാഷ്ബോർഡിനെയും ഈ ഒരു വണ്ടിയുടെയും പ്രീമിയം അത്യാവശ്യം നല്ല ബിൽഡായിട്ട് അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കൺസോളിലേക്ക് വരുമ്പോൾ ഈ ഒരു AC കൺസോളിലേക്ക് വരുമ്പോൾ AC 3 ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ടച്ച് സ്ക്രീൻ സിസ്റ്റവും കമ്പനി ഓൾറെഡി ഇത് ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ ഗിയർ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് മോഡ് പാർക്കിങ്ങും റിവേഴ്സ് ന്യൂട്രൽ അതുപോലെ ഡ്രൈവ് മോഡിലേക്ക് ഇടാനുള്ള ഈ ലിവർ വന്നിട്ട് നമ്മളൊരു കോക്പിറ്റ് ഇരിക്കുന്ന രീതിയിൽ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു രീതിയിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു നമുക്ക് കാഴ്ചയ്ക്കും അത്യാവശ്യം പ്രീമിയമായിട്ടും തോന്നിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് വരുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ ഒരു സ്പീഡോമീറ്ററും RPM മീറ്ററും അതുപോലെ നടുക്കായിട്ട് ചെറിയൊരു സ്ക്രീനിൽ തന്നെ വണ്ടിയുടെ ആവറേജ് ഫ്യൂൽ എക്കണോമിയും ട്രിപ്പ് ടു MT അതായത് ഡിസ്റ്റൻസ് ടു MTയും അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ പിന്നെ നമുക്ക് ടൈം പിന്നെ അതുപോലെ തന്നെ ക്ലോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ വാഹനത്തിൻ്റെ ആയിട്ടുള്ള എക്കോ മോഡ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് അത്യാവശ്യം ബേസിക്കും എന്നാൽ അത്ര അങ്ങോട്ട് ബേസിക് അല്ലാത്ത അത്യാവശ്യം എഫിഷ്യൻസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാൻ പറ്റുന്നത് ആവറേജ് ഫ്യൂൽ എക്കണോമിയും ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കണോമിയൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ കൺസോളിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റിയറിങ്ങിൽ തന്നെ ടൊയോട്ടയുടെ ബാഡ്ജിങ്ങും ഇതൊരു എയർ ബാഗ് വരുന്നതുകൊണ്ട് ആ സ്റ്റിയറിംഗ് വീലിനകത്ത് എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ്ങും എല്ലാം കാണിച്ചിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൽ തന്നെ നമുക്ക് മീഡിയ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതായത് പാട്ടിൻ്റെയും മറ്റു കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൺട്രോൾ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നേരത്തെ പറഞ്ഞ ഈ ഒരു കൺസോളിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ നമ്മുടെ ഡ്രൈവിംഗ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറും അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹാൻഡ് ബ്രേക്ക് ചെയ്യാനുള്ള സ്വിച്ച് അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് സ്വിച്ച് പിന്നെ നമ്മളുടെ മൈലേജ് നോക്കി ഓടിക്കാൻ വേണ്ടി എക്കോ മോഡിൻ്റെതും പിന്നെ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെയും അങ്ങനെ അത്യാവശ്യം എല്ലാ സ്വിച്ചും ബേസിക് ആയിട്ടുള്ള എല്ലാ സ്വിച്ചും അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള സ്വിച്ചുകളും ഒക്കെയാണ് ഇതിൽ കൺസോളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഈ ഗ്ലോ ബോക്സ് അത്യാവശ്യം നമ്മൾ ചായയൊക്കെ ഹോൾഡ് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ള ഗ്ലോ ബോക്സ് ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസാണ് ഡ്രൈവറിനായാലും അതുപോലെ തന്നെ ഇരിക്കുന്നവർക്കായാലും നല്ല സ്പേസാണ്. അതുപോലെ തന്നെ ഡാഷിന് തൊട്ട് താഴെയായിട്ട് ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. തൊട്ട് മുകളിലായിട്ട് ഒരു ചാർജിങ് പോയിൻ്റ് അവിടെ ഉണ്ട്. ഇതിനകത്തും ഇങ്ങനെ 2 ചാർജിങ് പോയിൻറ്റും കോ ഡ്രൈവറിൻ്റെ അവിടെ ചാർജിങ് പോയിൻറ്റ് പിന്നെ സീറ്റിൻ്റെ ഒരു ഡോർ ഹാൻഡിലായിട്ട് അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റോറേജ് തന്നെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് 2-3 കുപ്പിയോ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ അവിടെയും ഉണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു ചെറിയ ഗ്ലോ ബോക്സ് ഉണ്ട്. ഈ ഗ്ലോ ബോക്സിനകത്തും അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്ലോ ബോക്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് കൺസോളിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈക്രോസിൻ്റെ ഒരു ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് ഒരു നടുക്കുള്ള ഒരു പോർഷൻ ഒരു മിഡിൽ പോർഷൻ പറയുന്നത്. അപ്പോൾ ഈ മിഡിൽ പോർഷൻ തന്നെ അത്യാവശ്യം നമ്മുടെ ഇന്നോവ എന്ന് പറയുന്ന വാഹനം അത് ഓടിച്ചിട്ടുള്ളവർക്കും അതിൽ യാത്ര ചെയ്തവർക്കും എല്ലാം അറിയാം. ഇന്നോവ എന്ന് പറയുമ്പോൾ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് തരുന്ന ഒരു വാഹനമാണ്. പലരും ലോങ് ഡ്രൈവിനെല്ലാം പ്രിഫർ ചെയ്യുന്നത് ഇന്നോവ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ലൊരു കംഫർട്ട് തരുന്ന ഒരു മിഡിൽ ലെയർ സെറ്റപ്പാണ് ഇതിൽ. എനിക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് പോലും നമുക്ക് ഇപ്പോൾ ഡ്രൈവർ സീറ്റ് ഇങ്ങോട്ടൊന്നും അത്യാവശ്യം എനിക്ക് ഓടിക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഡ്രൈവർ സീറ്റ് മാക്സിമം ആക്കി. എന്നിട്ട് പോലും ലെഗ് റൂം ഒന്നും വേറെ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല റിലാക്സ് ചെയ്ത് വേണമെങ്കിൽ അത്യാവശ്യം ഈ സീറ്റെല്ലാം നമ്മുടെ ഫ്രണ്ട് റോയും മിഡിൽ റോയും എല്ലാം സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് സീറ്റ് ഉയർത്താനും താഴ്ത്താനും അതുപോലെ തന്നെ നമ്മുടെ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇലക്ട്രോണിക്കലി അല്ല, ഇതെല്ലാം മാനുവലി ആണ് ഉള്ളത്. മാനുവൽ സ്വിച്ച് മാത്രമേ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു GX വേരിയൻറ്റിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നമുക്ക് സീറ്റ് ഇവിടെ തന്നെ സീറ്റ് നമുക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യാം. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ
കിടന്നൊക്കെ പോകാൻ കണക്കിന് ഉള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോൾഡൊക്കെ ചെയ്ത് നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹൈക്രോസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയായിട്ട് ഇതിൽ കാണുന്ന ഇവിടെയായിട്ട് ഒരു കപ്പ് ഹോൾഡറും ഉണ്ട്. ഇതിൽ നമ്മളെ ഇവിടെ എനിക്കും അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കും നമുക്ക് ബോട്ടിൽസ് വെക്കാനുള്ള ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു കപ്പ് ഹോൾഡറും ഒരു പൊസിഷനും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിഡിൽ റോയിൽ. പിന്നെ മിഡിൽ റോയിൽ തന്നെ ഇവിടെ നമ്മുടെ മിററിൻ്റെ ഈ ഒരു ഗ്ലാസിൻ്റെ സൈഡ് ഗ്ലാസിൻ്റെ സ്വിച്ചും കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ ഡോർ ഹാൻഡിലെല്ലാം നേരത്തെ പറഞ്ഞ ക്രോമിയം ഫിനിഷിങ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെയായിട്ട് AC വെൻറ്റ്സ് ആണ്. നമ്മുടെ സാധാരണ എല്ലാം സെൻട്രലൈസ്ഡ് AC വരുമ്പോൾ നമ്മുടെ നേരെ മുകളിലായിട്ട് ഒരു വലിയ യൂണിറ്റ് പോലെ, എന്നാൽ അത് അത്രയും ചിലപ്പോൾ അത് നമുക്ക് കാണാനും വലിയൊരു താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇത് വന്നപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇതിൽ കാണുന്നില്ല. പക്ഷേ എല്ലാ AC വെൻറ്റും ഈ സൈഡിലാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ അകത്ത ആ ഒരു യൂണിറ്റ് ഇരിക്കുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ട് തോന്നും. ആ ഒരു ഡിസ്കംഫർട്ട് ഒന്നും ഇതിലില്ല. പകരം ഈ ഒരു യൂണിറ്റ് ഇങ്ങനെ ഒരു സൈഡ് പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുഖത്തോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല റിലാക്സ് ആയിട്ട് നല്ല AC ഒക്കെ നമ്മുടെ മുഖത്ത് കിട്ടുന്ന കണക്കിന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു മിഡിൽ പോർഷൻ പറയുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷനിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്ക് പോർഷനിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്നോവ ഈ ഒരു MUV സെഗ്മെൻറ്റിൽ പലതിനും വരുന്ന ഒരു പോരായ്മയാണ് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ചെറിയൊരു നമുക്ക് ഈ തൈസപ്പ് ബൂട്ടിൻ്റെ ഒരു സ്പേസ് കുറവായിട്ട് തോന്നും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും സ്പേസ് കിട്ടത്തില്ല, കാല് വെക്കാൻ അത്രയും സ്പേസ് കിട്ടില്ല. പുറകിൽ തൊട്ട് ഫ്രണ്ടിലുള്ള ആൾ ഒന്ന് കിടക്കുമ്പോഴൊക്കെ കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. പുള്ളിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതിലും അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂമും ഉണ്ട്, വലിയ രീതിയിൽ കുഴപ്പമില്ല ഹെഡ് റൂമും ഉണ്ട്. അത് തന്നെ ഇവിടെ അതിൻ്റെ നമ്മളെ ഹെഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ നേരത്തെ ഇവിടെ ഇതൊരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. ഇവിടുത്തെ ഹെഡ് റെസ്റ്റ് ഓൾറെഡി ഇളക്കിയാണ് കമ്പനി വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളതെങ്കിൽ മാത്രം നമുക്ക് ഇതിലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ വരുമ്പോൾ തൊട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് തൊട്ട് പുറക് വശം കാണണമെങ്കിൽ പോലും ഈ ഒരു ഹെഡ് റെസ്റ്റ് ഇരുന്നാൽ അത് പോസിബിൾ ആയിരിക്കത്തില്ല, ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. സോ അതുകൊണ്ട് ആ ഒരു ഹെഡ് റെസ്റ്റ് ഇളക്കിയാണ് വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാം കൊണ്ട് ഇതും അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരല്പം അഡ്ജസ്റ്റ് ചെയ്യാതെ തന്നെ അത്യാവശ്യം നല്ല, ഇതിപ്പോൾ മാക്സിമം താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നിൽക്കുന്നതാണ്. ഇങ്ങനെ അത്യാവശ്യം നല്ല റിലാക്സ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ഇതിൻ്റെ ബാക്ക് പോർഷനും ക്രമീകരിച്ചിരിക്കുന്നത്. അത്യാവശ്യം കയറാനും ഇറങ്ങാനൊന്നും അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് ഉപയോഗിച്ച് തന്നെ കയറാൻ അങ്ങനെ തന്നെ കയറണമെന്നുള്ള ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കംഫർട്ടബിളായി നമുക്ക് കയറി ഇറങ്ങാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ് നമ്മുടെ ഹൈക്രോസ് എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിനി വണ്ടി ഓടിച്ചു നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നില്ല, നമ്മുടെ ഇഗ്നീഷൻ സിസ്റ്റം അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ മോഡൊന്ന് മാറ്റി വെച്ച് കൊടുത്ത് നമുക്ക് തുടങ്ങിയാൽ മതി. വേറെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പിന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, സ്റ്റിയറിങ് അത്യാവശ്യം നല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒറ്റ വിരലുകൊണ്ട് തന്നെ കറക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും സ്മൂത്തായിട്ടൊരു സ്റ്റിയറിങ് തന്നെയാണ്. അപ്പോൾ ബാക്കി നമുക്ക് വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. വണ്ടി നേരത്തെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ മൂവ് ചെയ്യുന്ന സമയത്ത് പോലും അത്രയും സൗണ്ടോ അല്ലെങ്കിൽ വണ്ടിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുന്നതായിട്ടുള്ള ഒരു റെവോ ഒന്നും നിലവിൽ ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് അറിയാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നല്ല സൈലൻ്റ് ആയിട്ടുണ്ട്. മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ഇതൊരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു സൈലൻസ് അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വാഹനത്തിന് ഇതിപ്പോൾ അത്യാവശ്യം കൺട്രോളിങ് നല്ല ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് രീതി അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് കംഫർട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ സെഡാൻ ഓടിക്കുന്നവർക്കോ അങ്ങനെ ഒരു വലിയ വണ്ടിയാണ് ഇത്. സാധാരണ നമ്മൾ ഒരു സെഡാനോ ഹാഷ് ബാക്കൊക്കെ ഓടിച്ചതിന് ശേഷം ഒരു SUV MUV ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ക്രിസ്റ്റയും ഇന്നോവയൊക്കെ ഓടിച്ചവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അതിൻ്റെതായിട്ടുള്ള ചില ഒരു പോരായ്മ നമുക്ക് ആദ്യം അതൊന്ന് കൺട്രോൾ ചെയ്തെടുക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. പക്ഷേ ഇതങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നമുക്ക് ബോണറ്റ് കണ്ട് തന്നെ ഓടിക്കാൻ പറ്റുന്ന അത്രയും വിസിബിലിറ്റി, അത്രയും നമുക്ക് ഡ്രൈവിങ്ങിന് കംഫേർട്ട് ഈ വാഹനം തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മാനുവൽ വാഹനങ്ങൾ ഓടിക്കാൻ തന്നെയാണ്. കാര്യം മാനുവൽ ആകുമ്പോൾ നമുക്ക് ആ ഡ്രൈവിംഗ് അത്രയും ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നപ്പോഴും ഇത് അത്യാവശ്യം കുഴപ്പമില്ല. കാര്യം ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ എൻ്റെ വീടും ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഇവിടെയും കൊച്ചി, പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലായിടത്തും നല്ല ബ്ലോക്ക് തന്നെയാണ്. സോ ക്ലച്ചൊക്കെ ചവിട്ടി നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു
ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ആ സമയം നമ്മൾ തന്നെ ആലോചിക്കും വല്ല ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വല്ല ഇലക്ട്രിക് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പറയുമായിരുന്നു. സോ ആ രീതിയിലാണ് വാഹനത്തിൽ എനിക്ക് അത്യാവശ്യം ഡ്രൈവിങ് നല്ല ഫീലായിട്ട് തോന്നിയത്. പിന്നെ സ്റ്റിയറിങ്ങും അത്യാവശ്യം സ്മൂത്താണ്. അതുപോലെ തന്നെ പിന്നെ വേറൊരു പോരായ്മ പറയാനുള്ളത്, നമ്മുടെ ക്രിസ്റ്റ, ഇന്നോവ ഇതിൻ്റെയൊക്കെ അത്രയും എൻജിൻ കപ്പാസിറ്റി, എൻജിൻ പവർ ഈ വാഹനത്തിനില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്റ്റ ഓട്ടോമാറ്റിക്കൊക്കെ ഓടിച്ചവർക്ക് അറിയാം, അതൊക്കെ നല്ല ഷിഫ്റ്റായിട്ടാണ് അതിൻ്റെ ഗിയർ ഓട്ടോമാറ്റിക്കൊക്കെ മാറി മാറി പോകുന്നത്. പക്ഷേ ഈ വാഹനത്തിൽ അങ്ങനെ ഈസി ആയിട്ടല്ല മാറുന്നത്. കാര്യം ഇത്തിരി സ്ട്രെയിൻ ചെയ്യും. ചില സമയത്തൊക്കെ 2000 RPM ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഗിയർ അങ്ങ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യുക. അതുപോലെ വാഹനത്തിന് മറ്റ് ക്രിസ്റ്റയും ഇന്നോവയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തിന് എൻജിൻ കപ്പാസിറ്റി, എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ്, എൻജിൻ പവർ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട്, ഒരു പവർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പെട്രോൾ എൻജിൻ ആയതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല സൈലൻ്റ് ആയിട്ടാണ് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ടേണിംഗ് റേഡിയസ് ആയാലും വണ്ടി തിരിയുന്നതിനായാലും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ടേണിംഗ് റേഡിയസ് തന്നെയാണ് വാഹനത്തിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണെങ്കിലും യു ടേൺ ചെയ്യാനും അതുപോലെ തന്നെ ഏതൊരു ബ്ലോക്കിൽ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിരക്കുള്ള സമയത്ത് പോലും നമുക്ക് വണ്ടി തിരിച്ചെടുക്കാനും ഒക്കെ ഈസിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളും കൂടെ ഉണ്ട്. കാര്യം ക്രിസ്റ്റയൊക്കെ ഓടിച്ചവർക്കും ഇന്നോവ ഓടിച്ചവർക്കും അറിയാം, കുറച്ചും കൂടെ അത്യാവശ്യം ഈ ഒരു ഹൈക്രോസ് ഓടിച്ചതിന് ശേഷം നമ്മൾ ക്രിസ്റ്റയോ ഇന്നോവയൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റിയറിങ്ങിലൊരു ടൈറ്റ് ഫീൽ ചെയ്യും. പക്ഷേ ഇതിന് അത്രയും ടൈറ്റ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കാല് കൊടുത്ത് ഇപ്പോൾ ഒന്ന് കാല് കൊടുത്ത് നോക്കാം. അപ്പം വണ്ടിയുടെ പവർ എങ്ങനെയാണെന്ന് അറിയാം. കേട്ടോ, ഈ ഒരു റേസിംഗ് ആണ് ഞാൻ പറയുമ്പോൾ. നമ്മുടെ ക്രിസ്റ്റയൊക്കെ ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ കൊടുക്കുന്നതിനനുസരിച്ച് പവർ ഔട്ട്പുട്ട് വരുമായിരുന്നു. പക്ഷേ ഇത് വണ്ടിയുടെ എൻജിൻ ഒരല്പം സ്ട്രെയിൻ ചെയ്തിട്ടാണ് പിക്കപ്പ് അല്ലെങ്കിൽ ഒരു ആക്സിലറേഷൻ നമുക്ക് തരുന്നത്. എന്നിരുന്നാലും അത്രയും നമ്മൾ വണ്ടി സ്ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നോർമലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ഇതിന് കമ്പനി പറയുന്ന മൈലേജ് ഏകദേശം ഒരു 16 കിലോമീറ്ററോളമാണ് കമ്പനി പറയുന്ന മൈലേജ്. ഇത്രത്തോളം എനിക്ക് അത് ആപ്റ്റായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ വെബ് സിറ്റിയിൽ ആവറേജ് ഒരു 9-10 സിറ്റിയിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പുറത്തോട്ട് അത്യാവശ്യം ലോങ് ഡ്രൈവ് ഒക്കെ പോയാൽ ഈ പറയും പോലെ ചില ഒരു 13-14 ഇല്ലെങ്കിൽ കമ്പനി പറയുന്ന അത്രയും മൈലേജ് കിട്ടുമായിരിക്കും. അതുപോലെ ഹൈബ്രിഡിന് ഈ പറഞ്ഞ മൈലേജ് ആയിരുന്നെങ്കിൽ ഓക്കെ, ഹൈബ്രിഡിന് അത്യാവശ്യം മൈലേജ് ഉണ്ട്. പക്ഷേ ഇതൊരു പ്യുവർ പെട്രോളാണ്, ഇതൊരു ഹൈബ്രിഡ് എഞ്ചിനല്ല, പ്യുവർ പെട്രോളാണ്. സോ അത്യാവശ്യം വണ്ടി കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ്. നല്ല എന്ന് പറയുന്നത് നമുക്ക് ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരു ഇന്നോവ ബാഡ്ജിങ്ങിൽ നോക്കുന്നവർക്ക്, ഒരു ഇന്നോവ കാറ്റഗറി നോക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാതെ. പക്ഷേ ഒരു ഡീമെറിറ്റും കുറച്ച് കാര്യങ്ങളും പറയുള്ളൂ. ഒരു 2-3 കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഒരിക്കലും ക്രിസ്റ്റ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ അതേ ഒരു രീതി ഈ വാഹനത്തിൽ പ്രതീക്ഷിക്കരുത്, അത് കിട്ടത്തില്ല. കാര്യം ക്രിസ്റ്റയിൽ തരുന്ന അത്രയും പവറൊന്നും ഈ വാഹനത്തിൽ തരാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ക്രിസ്റ്റയൊക്കെ അത്യാവശ്യം സൗണ്ട് ഉണ്ട്, ഈ വാഹനത്തിന് അത്രയും സൗണ്ട് ഇല്ല. സോ ഒരു കാര്യത്തിലും നമുക്കങ്ങനെ എല്ലാത്തിലും ഈ രണ്ട് വാഹനത്തിനും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആകെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്നോവ ഹൈക്രോസ് എന്ന് പറഞ്ഞ വാഹനമാണ്, പക്ഷേ സൈഡായിട്ട് ഇന്നോവയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ഇന്നോവ ക്രിസ്റ്റയായിട്ടൊന്നും അങ്ങനെ ഒരു താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വാഹനം തന്നെയാണ് നമ്മുടെ മാരുതിയുടെ ഇൻവിക്റ്റോ ആയിട്ട് ഇറങ്ങുന്നത്. സോ രണ്ടും സെയിം വാഹനം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടൊയോട്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ബ്രാൻഡിനോടുള്ള ഇഷ്ടമൊക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇന്നോവ ഹൈക്രോസ് എടുക്കാം. അല്ലെങ്കിൽ ഇതേ വണ്ടി തന്നെയാണ് നമ്മുടെ ഇൻവിക്റ്റോയും. ഒരുപാട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ വാഹനം എൻ്റെ കൈക്ക് കിട്ടുകയാണെങ്കിൽ ഞാനത് റിവ്യൂ ചെയ്യുന്നതാണ്. ഡിസൈനിലെല്ലാം ഓക്കെയാണ്. MUV ഇതേ സെയിം ഡിസൈൻ തന്നെയാണ്. ബാഡ്ജിങ്ങും ഫ്രണ്ട് ഗ്രില്ലൊക്കെ മാത്രമാണ് ഇൻവിക്റ്റോയിൽ വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം ആസ് ഇറ്റ് ഓൾ സെയിം തന്നെയാണ്. വേറെ വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ഇപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ രണ്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ടും ഒരമ്മ പെറ്റ മക്കളെന്ന് പറയുന്ന രീതിയാണ്. രണ്ടും ഒരേ വാഹനം, രണ്ടും സെയിം വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ? നിങ്ങൾക്ക് ഇപ്പോൾ ഹൈക്രോസിനെയും കാട്ടി ഇൻവെക്റ്റീവ് കുറച്ചും കൂടെ എമൗണ്ട് കുറയും, പക്ഷേ കംഫർട്ടും കാര്യങ്ങളെല്ലാം ഏറെക്കുറെ സെയിം തന്നെ ആയിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. കാര്യം ലുക്സിലൊന്നും വലിയ വ്യത്യാസമില്ല, ഉള്ളി ആ റീബാഡ് ചെയ്യുന്നത്. ഇപ്പോൾ അതിപ്പോൾ ടൊയോട്ടയ്ക്കും കൂടുതലും നമ്മുടെ മാരുതിയുടെ വാഹനങ്ങളാണ് കൂടുതലും ടൊയോട്ട ഇപ്പോൾ റീബാഡ് ചെയ്യുന്നത്. നമ്മുടെ അർബൻ ക്രൂസറും അർബൻ ക്രൂസർ, പിന്നെ ടൈസർ, അങ്ങനെ അർബൻ ക്രൂസർ, ടൈസർ, അങ്ങനെ ഒട്ടുമിക്ക ഹാച്ച്ബാക്കാണ് കൂടുതലും. ഹാച്ച്ബാക്ക് വാഹനങ്ങളാണ് ഇപ്പോൾ മാരുതിയിൽ നിന്ന് ഒരു കോമ്പാക്ട് SUV എന്ന തരത്തിലുള്ള വാഹനങ്ങളാണ് മാരുതിയിൽ നിന്ന് ടൊയോട്ട എടുത്ത് റീബാഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ടൊയോട്ടയുടെ വണ്ടിയാണോ ഹൈക്രോസ്, അതോ മാരുതിയുടെ ഇൻവിക്റ്റോ എടുത്താണോ ടൊയോട്ട ഹൈക്രോസ് ആക്കിയിരിക്കുന്നത്
രണ്ടും ഒരു കൺഫ്യൂഷനാണ്. പക്ഷേ ആദ്യം നമ്മൾ റോഡിൽ കണ്ടത് അത്രയും ഹൈക്രോസ് തന്നെയാണ്. ഹൈക്രോസ് വന്നതിന് ശേഷമാണ് മാരുതി ഇൻവിക്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ട്, കാര്യം ഇതിൽ ക്ലച്ചോ കാര്യങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല. കാര്യം ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് പറയാനുള്ള ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. സോ സെറ്റ് ഓൾ ഇതെല്ലാം ഓക്കെയാണ്. വണ്ടിയും അത്യാവശ്യം പെർഫെക്റ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം ഗവനിച്ചത്, ഒന്ന് ആ പവർ ലോസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റീബാഡ് ചെയ്തതാണോ എന്നൊന്നും അറിയാത്തത്. പക്ഷേ വണ്ടി അത്യാവശ്യം നൈസ് വണ്ടി തന്നെയാണ്, കൊണ്ടു കിടക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. പക്ഷേ ഇനി ഡിസൈനിലും ഞാൻ നേരെ പറഞ്ഞ ഫ്രണ്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് എനിക്ക് ഫ്രണ്ടിൽ കിട്ടിയത്. പക്ഷേ ബാക്കിൽ വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു ബെൻഡ് കൊണ്ടുള്ള ഒരു, അത് എത്രത്തോളം ചിലർക്ക് ഇഷ്ടമുണ്ടായിരിക്കും. പക്ഷേ പേഴ്സണലി എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നിയൊരു ബാക്ക് പോർഷൻ അല്ലായിരുന്നു. ബാക്കി ഒരു 100ൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 85% വാഹനം നല്ലൊരു വണ്ടി തന്നെയാണ്. എല്ലാവർക്കും ഒന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ക്യാപ്റ്റാണ് നോക്കിയെടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ്. അടുത്ത വീഡിയോയിൽ വേറൊരു വാഹനമായിട്ട് ഞാൻ വരുന്നതാണ്. സോ സൈനിങ് ഓഫ്, ബൈ.